CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കടവല്ലൂർ കല്ലുംപുറത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചാലിശ്ശേരി ചീരൻ വീട്ടിൽ 58 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. സംഭവത്തിൽ കാൽനട യാത്രക്കാരി സുബിതയ്ക്കും പരിക്കേറ്റു. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലമ്പിക്കു നേരെയുണ്ടായ പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഷാഫി പറമ്പിലമ്പിക്കു നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പന്നിത്തടത്ത് റോഡ് ഉപരോധിച്ചു. സമരത്തിനിടയിലേക്ക് ബൈക്ക് യാത്രക്കാരൻ ബൈക്കോടിച്ചു കയറ്റിയത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. എരുമപ്പെട്ടി സെന്റ് മേരീസ് ഹോസ്പിറ്റലിന് സമീപം സ്കൂട്ടറിന് മുന്നിലേക്ക് നായ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. മഴുവഞ്ചേരി അറങ്ങാശ്ശേരി വീട്ടിൽ പത്രോസ്, റീജ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോർക്കുളം പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് വികസന സദസ്സ് നടത്തി. തുടർച്ചയായി 100% പദ്ധതി വിഹിതം വിനിയോഗിച്ച പഞ്ചായത്താണ് പോർക്കുളം. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കഞ്ഞി നൽകാനെത്തിയ സേവാഭാരതി പ്രവർത്തകനെ തെരുവുനായ കടിച്ചു. അഞ്ഞൂർ സ്വദേശി പനങ്ങായിൽ വീട്ടിൽ അപ്പുവിന്റെ മകൻ സുരേഷിനാണ് കടിയേറ്റത്. അനധികൃത കയ്യേറ്റം ആരോപിക്കപ്പെടുന്ന വേലൂർ ഹൈസ്കൂൾ ഗ്രൗണ്ട് അളന്നു തിട്ടപ്പെടുത്തി. 1.25 മീറ്ററോളം കയ്യേറ്റമുണ്ടെന്ന് കണ്ടെത്തി. ഗുരുവായൂർ KSRTC ഡിപ്പോയ്ക്ക് പുതിയ മൾട്ടിപർപ്പസ് കെട്ടിട നിർമ്മാണത്തിന് 4 കോടി രൂപയുടെ ഭരണാനുമതിയായി. കോടികളുടെ വികസന പ്രവൃത്തികൾ. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനൊരുങ്ങി പാറന്നൂർ ചിറ. പാവങ്ങളുടെ വാഴച്ചാൽ എന്നറിയപ്പെടുന്ന ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ ചിറയുടെ നവീകരണ പ്രവൃത്തികൾ അവസാനഘട്ടത്തിലെത്തി. ഇടതു സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMS സംഘടിപ്പിച്ച പൊന്നയൂർക്കുളം വടക്കേകാട് പഞ്ചായത്തുതല പദയാത്ര സമാപിച്ചു. കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ്, പോസ്റ്റൽ ഫോറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആധാർ ക്യാമ്പ് നടത്തി. കുന്നംകുളത്തു നടക്കുന്ന 69ാമത് സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനോടനുബന്ധിച്ചു നടന്ന അമേരിക്കയിൽ നിന്നുള്ള റിച്ചാർഡ് ലീ ബ്രൂക്സിന്റെ ക്ലാസ് ശ്രദ്ധേയമായി. താരങ്ങൾക്കും പരിശീലകർക്കുമായാണ് ക്ലാസ് ഒരുക്കിയത്. കോൺഗ്രസ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഗുരുവായൂർ മോചനയാത്രയുടെ തൈക്കാട് മേഖലാതല ഉദ്ഘാടനം DCC സെക്രട്ടറി PK രാജൻ നിർവഹിച്ചു. ഷാഫി പറമ്പിലമ്പിക്കു നേരെ പേരാമ്പ്രയിലെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പൊന്നയൂർ പഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കൂടെ 2025 എന്ന പേരിൽ പ്രാദേശിക തൊഴിൽമേള നടത്തി. തൃശൂർ സഹോദയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പെരുമ്പിലാവിൽ. സഹോദയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 14 അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.